ഹായ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും തെങ്കിൾ ടിപ്സിൻ്റെ ഒരു സെയിൽ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഈ പാടം കാണിക്കുന്നത് ഞാൻ തേവലക്കര പോയിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് വരുന്ന വഴിയിൽ കണ്ട ഒരു പാടമാണ്. ഈ മെയിൻ റോഡിൽ നിന്നും അകത്തേക്ക് അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്. അമ്പലത്തിലേക്കുള്ള വഴിയുടെ സൈഡിലായിട്ടാണ് ഈ പാടം. ഇത് നെൽവയൽപ്പാടമാണ്, അതായത് നെല്ല് ഇടുന്ന പാടമാണ്. അവിടെയാണ് ഈ താമര വിരിഞ്ഞ് നിൽക്കുന്നത്. ആരും അത് കൃഷി ചെയ്തതൊന്നുമല്ല, തന്നെ ഇത് മഴ സീസൺ ആകുമ്പോൾ വരും, വീണ്ടും ഉണക്കാകുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത്. വിത്തിട്ട് കിളിർത്തതൊന്നുമല്ല, തന്നെ ഒഴുക്കിൽ വന്ന് ഇങ്ങനെ താമരയാകുന്നതാണ്. എല്ലാ വർഷവും ഇങ്ങനെ താമരപ്പൂ ഉണ്ടാകും. റെഡ് കളറും ഉണ്ട്, പിങ്ക് കളറും ഉണ്ട്. നല്ല വലിയ താമരപ്പൂക്കളാണ്. കുട്ടികളൊക്കെ പറിച്ചിത് പോണക്ക് എല്ലാവരും കൊണ്ടുപോവുകയാണ്. വൈകിട്ട് അമ്പലത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, അവരവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വണ്ടി ഒതുക്കി വെച്ചിട്ട്, ഇതാണ് ഞങ്ങളുടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം നിന്ന് ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു. കാരണം പ്രത്യേകിച്ചും ഈ ആമ്പൽ താമര എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. കാരണം നമ്മളെല്ലാം സാധാരണ ഈ പോട്ടിനകത്തൊക്കെ ഇത് കിളിർപ്പിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ പാടത്തൊക്കെ കൃഷി ചെയ്യുന്ന ദൂരെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ടി വിയിലുമൊക്കെ. പക്ഷേ ഇത് നേരിട്ട് കാണുന്ന ഈ അനുഭവം, നല്ല ഭംഗിയുള്ള താമര മുട്ടിങ്ങനെ വിടർന്നു വരുന്നത് ഇത് കണ്ടില്ലേ. കുട്ടികളുടെ കയ്യിൽ അവർ പറിച്ചുകൊണ്ട് പോയപ്പം ഒന്ന് വീഡിയോസ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരങ്ങൾ ഇങ്ങനെ എല്ലാവരും കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അതൊന്ന് ഇട്ടതാണ്. നമുക്ക് നമ്മുടെ പ്ലാന്റ്സിലേക്ക് വരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. ഒരുപാട് പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കമൻസിന് ഒരു ദിവസം ഞാൻ മറുപടി നൽകുന്നുണ്ട്. നമുക്ക് എല്ലാം റേറ്റ് കുറവാണ്. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ്. അതുപോലെ തന്നെ റേറ്റും വളരെ തുച്ഛമാണ്. ഇതെല്ലാം ഇഷ്ടം പോലെ നേരത്തെ ഇട്ട വീഡിയോസിലെ പ്ലാന്റ്സുകളെല്ലാം ഇഷ്ടം പോലെ നമുക്ക് അവൈലബിളായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോസിലെ പ്ലാന്റ്സുകളെല്ലാം അവൈലബിളാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അത് വിളിക്കാവുന്നതാണ്. മുന്നേ ഇട്ട വീഡിയോസ് അല്ല, ഇതിന് മുന്നേ ഇട്ട വീഡിയോ, അല്ലാതെ നേരത്തെ ഇട്ട വീഡിയോസിലെ അല്ല. ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള മിനിയേച്ചർ ടൈപ്പ് ഒരു ചെമ്പരത്തിയാണ്. അതുപോലെ പൂച്ചവാലൻ ചെടി, കുറേയേറെ ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതുപോലെ ഇനിയും കുറച്ചേറെ ചെടികൾ സെയിലിനായിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്നും ഇടാൻ പറ്റുന്നില്ല. കുറേച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് മുന്നിലേക്ക് പ്ലാന്റ്സിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സ് കുറച്ച് പേർക്ക് നമ്മുടെ കുറച്ച് അവധികളൊക്കെ വന്നല്ലോ, ഓണത്തിൻ്റെയൊക്കെ അവധികളിലെ കുറച്ച് പ്ലാന്റ്സ് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അതിൽ ഞാൻ ഈ വരുന്ന മൺഡേയിലും ട്യൂസ്ഡേയിലുമായിട്ട് അയച്ചു തരുന്നതാണ്. ആരും വിഷമിക്കേണ്ട. നേരത്തെ റെഗുലറായിട്ട് വാങ്ങിച്ചിട്ടുള്ളവരുടെയാണ് കൂടുതലും പ്ലാന്റ്സ് അയക്കാനുള്ളത്. അതെല്ലാം ഞാൻ മൺഡേയും ട്യൂസ്ഡേ ആയിട്ട് അയച്ചു തരുന്നതാണ്. ഇപ്പം പുതിയതായിട്ട് വരുന്നതിൻ്റെയും കുറച്ച് ചെടി മാത്രമേ ഉള്ളെങ്കിൽ മൺഡേയും ട്യൂസ്ഡേ ആയിട്ട് അയക്കും, അല്ലെങ്കിൽ വെനസ്ഡേ, അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ, അങ്ങനെ അങ്ങ് അയച്ച് തരുന്നതാണ്. അല്ലൊന്നും ആരും വിഷമിക്കേണ്ട പ്ലാന്റ്സ് കിട്ടാനുള്ളവർ. പിന്നെ കലാത്തിയ, കലേഡിയം, അതെല്ലാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു. അതൊക്കെ നമുക്ക് അവൈലബിളാണ്. അതുപോലെ തന്നെ ഇതൊരു വേരിഗേറ്റഡ് പാരിജാതമാണ്. അതും നമുക്ക് എത്ര തൈ വേണേലുമുണ്ട്. അതുപോലെ ഡക്ക് ലീഫിൻ്റെ ഗ്രീൻ കളറുമുണ്ട്, ഇതുമുണ്ട്. പിന്നെ നമുക്ക് മുല്ലപ്പൂവിൻ്റെ തൈ എന്ന് പറയുന്നത്, ഇത് അടുക്ക് മുല്ലയുടെ, ഞാൻ ആ പൂവൊന്ന് കാണിക്കാം. മുല്ലയുടെ തൈയാണ് ഈ 15 രൂപ എന്ന് പറയുന്നത്. ഇതാണ് അടുക്ക് മുല്ല. ഇതിൻ്റെ തൈയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് നമ്മുടെ സാധാ കലാത്തിയാണ്. ഇത് നമുക്ക് എത്ര വേണേലും തൈകൾ അവൈലബിളാണ്. അതുപോലെ ക്രോട്ടൺ, ഈ ക്രോട്ടനും നമുക്ക് അവൈലബിളാണ്. അതുപോലെ ഡ്രസീനിയ പ്ലാന്റ്സ് ഒരുപാട് മോഡൽ എൻ്റെ കയ്യിൽ അവൈലബിളാണ്. ഞാൻ ഇനി അടുത്ത വീഡിയോസിലിടാം. അഥവാ ഡ്രസീനിയ പ്ലാന്റ്സ് വേണം എന്ന് അഭിപ്രായമുള്ളവർ വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻസുകൾ ഇടണം. അഗ്ലോണിമയുടെയും കുറച്ച് ക്രോട്ടൺസിൻ്റെയൊക്കെ പ്ലാന്റ്സുകൾ സെയിലിനായിട്ടുണ്ട്. അതെല്ലാം ഒന്നുകൂടെ ഇച്ചിരി വലിപ്പമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരിക്കുന്നത്. അത് ഉടനെ തന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമ്മുടെ വീഡിയോസുകളെല്ലാം കാണാൻ കുറേ ഹാൻഡ് മെയ്ഡ് ഫ്ലവറിൻ്റെയൊക്കെ നമ്മുടെ വീടിനകമൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള കുറേ വർക്കുകളുടെ ഒക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണണം. പിന്നെ പ്ലാന്റ്സിൻ്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇടാൻ ആരും മറക്കരുത്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടെങ്കിലേ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ.
അതിൽ തന്നെ ആ വാട്സപ്പിൽ തന്നെ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നിങ്ങൾ അടച്ച പൈസയുടെ എനിക്ക് മനസ്സിലാവും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം. ബൈ.